നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന് ആവർത്തിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. നേമമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്നും താൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് നേമത്ത് നിന്നാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രമുഖ നേതാക്കളും മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് നേമത്തെ സ്ഥാനാർത്ഥിത്വം രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന പതിവ് ബി.ജെ.പിയിൽ ഇല്ല എങ്കിലും ഇക്കുറി ബി.ജെ.പിയിൽ മുന്നൊരുക്കങ്ങൾ നേരത്തെയാണ്. അതുകൊണ്ടാണ് നേമത്ത് താൻ മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചതും ഉറപ്പിച്ചതും. സംസ്ഥാന നിയമസഭയിൽ ആദ്യമായി ബി.ജെ.പി അക്കൗണ്ട് തുറന്നത് നേമത്ത് നിന്നായിരുന്നു. 2016 ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ നേമത്ത് നിന്നും മത്സരിച്ച് വിജയിച്ചത്. എന്നാൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സീറ്റ് തിരിച്ചുപിടിച്ചു. ഇന്ന് കുമ്മനം രാജശേഖരനായിരുന്നു ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി ശിവൻകുട്ടിയാണ് 2021 നേമം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. ബി.ജെ.പി നേതാവ് കുമ്മനം രാജശേഖരൻ 38.24% വോട്ടുകൾക്കാണ് തോറ്റത്. ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ചുമതലയാണ് രാജീവ് ഏറ്റെടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെ എവിടെയാണ് മത്സരിപ്പിക്കേണ്ടതെന്ന് ധാരണയും ഉരുത്തിരിയുന്നുണ്ട്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്ക് മത്സരിക്കാനുള്ള സീറ്റുകൾ കൂടി ലക്ഷ്യമിട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന ചുമതല നേതാക്കൾക്ക് ബി.ജെ.പി വീതിച്ചു നൽകിയിരുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തനത്തിന്റെ ചുമതല മുഴുവനും. കോർപ്പറേഷനിൽ ബി.ജെ.പി വലിയ പ്രതീക്ഷയിലാണ് മത്സരിക്കുന്നത്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ്. അവിടെ കുറച്ചുകാലമായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചും വരികയാണ്. കുമ്മനം രാജശേഖരന് ചെങ്ങന്നൂർ, മാവേലിക്കര നഗരസഭകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലമാണ് പരിഗണനയിൽ. കാട്ടാക്കടയിൽ മത്സരിക്കാൻ സാധ്യതയുള്ള P.K. കൃഷ്ണദാസിന് കാട്ടാക്കട നിയമസഭാ മണ്ഡലവും 12 നഗരസഭയുമാണ് തദ്ദേശ ചുമതലയായി വഹിക്കുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ ചുമതല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തന്നെയാണ്. കോർപ്പറേഷനിലെ 10 വാർഡുകളുടെ ചുമതല പത്മജ വേണുഗോപാലിന് നൽകിയിട്ടുണ്ട്. തൃശൂർ സീറ്റിൽ പത്മജ മത്സരിക്കാനാണ് സാധ്യത. ശോഭ സുരേന്ദ്രൻ കായംകുളം സീറ്റിൽ മത്സരിക്കാനും സാധ്യതയുണ്ട്. കണ്ണൂരിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത് AP അബ്ദുള്ളക്കുട്ടിക്കാണ്. PC ജോർജിന് പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയാണ്. PC ജോർജ് ഈ സീറ്റുകളിൽ ഒന്നിൽ മത്സരിച്ചേക്കും. പാലായിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഷോൺ ജോർജിന് നഗരസഭയുടെയും മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചുമതലയാണ് വഹിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞു വീശിയപ്പോൾ 111 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ഭൂരിപക്ഷം നേടിയിരുന്നു. 18 മണ്ഡലങ്ങളിൽ മാത്രമേ LDFന് മേൽക്കൈ നേടാനായുള്ളൂ. അതേസമയം കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത ബി.ജെ.പി 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാമതെത്തിയത്. 11 നിയമസഭാ സീറ്റുകളിൽ ബി.ജെ.പി ഒന്നാം സ്ഥാനത്തെത്തിയതിനു പുറമെ തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തും എത്താനായി. ബി.ജെ.പി ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങളും LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നാണ് പ്രത്യേകത. ഇതിൽ മന്ത്രിമാരായ K. രാജന്റെ ഒല്ലൂർ, വി ശിവൻകുട്ടിയുടെ നേമം, R. ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയും ഉൾപ്പെടുന്നു എന്നത് ഇടതുപക്ഷത്തിനെന്ന് ഞെട്ടിച്ചിരുന്നു.